പ്രിയമുള്ള സുഹൃത്തുക്കളെ, ട്രംപിനെ കൊണ്ട് ശരിക്കും പണി കിട്ടിയിരിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികൾക്കാണ്. ലിബറലിസ്റ്റുകൾക്ക്, ഇസ്ലാമിസ്റ്റുകൾ, ജിഹാദികൾ ലോകത്തിൻ്റെ ഏതു കോണിൽ ചെന്നാലും ശരി, അവരുടേതായിട്ടുള്ള മതമുദ്ര പതിപ്പിക്കാൻ, വ്യക്തിമുദ്ര പതിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാത്ത വിഭാഗം. സിറിയയിൽ നിന്നും, അഫ്ഗാനിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നുമൊക്കെ ഇസ്ലാം മത രാജ്യം സ്ഥാപിതമായപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ മതനിയമത്തെയും മതരാജ്യത്തെയും വെറുത്ത് മതഭരണഘടന ഞങ്ങൾക്ക് വേണ്ട, ശരീഅത്ത് നിയമം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ശരീഅത്ത് നിയമങ്ങൾ വലിച്ചെറിഞ്ഞ് ജനാധിപത്യപരമായി ജീവിക്കുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറി ഒടുവിൽ അവിടെയും മതനിയമം പ്രാവർത്തികമാക്കാൻ ഇവരുടെ കുത്തിക്കഴപ്പുകൾ കാണിച്ചപ്പോൾ ആ രാജ്യം ഇവരെ ചവിട്ടി പുറത്താക്കാൻ നിർബന്ധിതരായി. ഇപ്പോൾ ജോ ബൈഡൻ ആയിരുന്ന സമയത്ത് അമേരിക്കയിൽ ഇവർക്ക് നല്ല സാഹചര്യമായിരുന്നു, ഇവർക്ക് വളക്കൂറുള്ള ഒരു സാഹചര്യമായിരുന്നു. കാരണം ബൈഡൻ കുറച്ച് മിതവാദിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ തരത്തിലുള്ള ആശയങ്ങൾക്കും അവിടെ വേരൂന്നി. ഇപ്പൊ നമുക്കറിയാം, ബംഗ്ലാദേശിലെ യൂനിസിന്റെ മകൾക്ക് പോലും അംഗീകാരവും സ്ഥാനമാനങ്ങളും യൂനിസിൽ നിന്നും കോടിക്കണക്കിന് പണം പറ്റി ബൈഡൻ ചെയ്തത് പൊക്കിയെടുക്കുകയാണ് ട്രംപ് അത് തെളിയിക്കുവാണ്. ട്രംപ് നിലകൊള്ളുന്നത് സ്വന്തം രാജ്യത്തിനു വേണ്ടിയും അദ്ദേഹത്തെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് അധികാര കസേരയിൽ ഇരുത്തിയ അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് വേണ്ടിയും കൂടിയാണ്. അതുകൊണ്ട് അവിടെയുള്ള അനധികൃതമായിട്ടുള്ള താമസക്കാരെ അവരാ രാജ്യത്ത് അക്രമം അഴിച്ചുവിടുകയാണ്, ആ രാജ്യത്തിന്റെ സമാധാനം കാർന്നു തിന്നുവാണ്. അവരെ പ്രതിരോധിക്കുകയും അവരെ പൂട്ടുകയും ചെയ്യുക എന്നത് ഒരു രാജ്യം ഭരിക്കുന്ന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നൽകിയിരിക്കുന്ന വാഗ്ദാനം കൃത്യമായിട്ട് അദ്ദേഹം പ്രാവർത്തികമാക്കുന്നു. പണി കിട്ടിയത് കാക്കാമാർക്കാണെന്ന് മാത്രം. ഇസ്ലാമിക തീവ്രവാദികളുടെ എക്കാലത്തെയും പേടി സ്വപ്നമായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വീണ്ടും പ്രസിഡന്റ് ആയതോടെ തീവ്രവാദത്തിന്റെ വേര് അറുക്കുന്ന നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റേത് അടക്കമുള്ള തീവ്രവാദ ശക്തികളുടെ വേര് അറുത്തുകൊണ്ട് കഴിഞ്ഞ ടേമിൽ ട്രംപ് നടത്തിയ ഓപ്പറേഷനുകൾ അന്ന് നിർത്തിയ ഇടത്തു നിന്ന് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ സമ്മതിദായകരായ അമേരിക്കയിലെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നിറവേറ്റി കൊടുക്കുന്ന ശക്തമായ നീക്കത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അമേരിക്കയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറി ആ രാജ്യത്തിന്റെ എല്ലാ പ്രിവിലേജുകളും അനുഭവിച്ച് ജീവിച്ചിട്ട് ചില അജണ്ടകളുടെ നിർവഹണത്തിനായി അമേരിക്കൻ വിരുദ്ധ ജൽപ്പനങ്ങളുമായി കഴിയുന്നവരെ കൂട്ടത്തോടെ തൂക്കിയെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു കളയും എന്നുള്ളത്. കമല ഹാരിസിന്റെ പിൻസീറ്റ് ഡ്രൈവിംഗിന് അനുസൃതമായി ഇടത് സ്വതന്ത്ര ഇസ്ലാമിക തീവ്രവാദികളെ അഴിഞ്ഞാടാൻ അനുവദിച്ച ബൈഡൻ ഭരണത്തിലെ ഉണ്ടയില്ലാ വെടികൾ പോലെയുള്ള ഉത്തരവുകൾ ആയിരിക്കും ട്രംപിന്റേതും എന്ന് ധരിച്ചു വശായവർ ആലസ്യം വിട്ട് ഉണരുന്നതിന് മുൻപ് നിയമത്തിന്റെ കൂച്ചുവിലങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഇവര് വിചാരിച്ചില്ല ഒരിക്കലും ട്രംപ് അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഉടനെ ആദ്യം നിലയില്ലാ കയത്തിലാകുന്നത് ഞമ്മന്റെ ആളുകളായിരിക്കുമെന്ന് ട്രംപിനറിയാം. അമേരിക്കയുടെ അധോഗതി സ്വപ്നം കണ്ട് അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള ഈ തീവ്രവാദികൾ അമേരിക്കയെ തകർക്കുക മാത്രമല്ല, അമേരിക്കയുടെ ഓരോ കോണുകളിൽ നിന്നും മതവൽക്കരണവും കൂടി തുടങ്ങിയിരിക്കുന്നു. പൊതുനിരത്തുകളിൽ ഇവർക്ക് മുസല്ലയിട്ട് നമസ്കരിക്കണം. പള്ളികളില്ലേ, പള്ളികളിൽ നമസ്കരിച്ചാൽ പോരാ, നമ്മൾ എന്തോ വലിയ എക്സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് എന്നൊന്ന് കാണിക്കണം. അതിനുവേണ്ടിയുള്ള ഇത്തരം അട്ടഹാസങ്ങളൊന്നും ട്രംപിനോട് നടക്കില്ല. കാരണം ശരിക്കു പറഞ്ഞാൽ ട്രംപ് അധികാരത്തിൽ കയറിയതോടുകൂടി അട്ടി തെറ്റിയത് കാക്കമാർക്കാണ്. തീവ്രവാദികളുടെ അച്ചാരം പറ്റികളായ പ്രകൃത ഹൃദയന്മാരെയും പേരിനൊരു കൂലിപ്പണിയുമായി അമേരിക്കയിൽ ചുറ്റിത്തിരിക്കുകയും തരം കിട്ടുമ്പോഴൊക്കെ തീവ്രവാദികളുടെ പതാക എടുത്ത് വീശി അസ്തിത്വ ബോധത്തിന്റെ പ്രതിപത്തി തെളിയിക്കുകയും ചെയ്ത തീവ്രവാദ മാനസന്മാരെയും അവരുടെ കയ്യാളുകളായി നിന്ന് കൊടുത്തവരെയും എല്ലാം അവരുടെ മാളത്തിൽ പോയി പൊക്കിയ ഡൊണാൾഡ് ട്രംപ് അവരെ വന്ന വഴിക്ക് വേഗത്തിൽ തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് ശക്തമായി തന്നെ മുന്നോട്ട് നീങ്ങുകയാണിപ്പോൾ. അതെ, കാരണം ഇവര് കലാലയങ്ങളില് ഹമാസ് അനുകൂലം, ഇസ്രായേലും ഹമാസും തമ്മിൽ ഗാസയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു കുടുംബം, ഒരു തള്ള, മകളുടെ കുട്ടി, പേരക്കുട്ടി, ഇവരെല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഹമാസിന് അനുകൂലമായിട്ട് സംസാരിക്കുകയും പ്രസംഗിക്കുകയും ഗാസക്കാർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും ഇസ്രായേലി പോലീസിന്റെ നടപടികളെ അപലപിക്കുകയും നെതന്യാഹുവിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രംഗത്ത് വരുന്നു. കമന്റാണ് ഇട്ടതേ,
ആ കമന്റ് ഇട്ട് ഈ പെണ്ണൊരു വീഡിയോയും ചെയ്ത് ഏതാനും മിനിറ്റുകൾ, മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല, മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചത് ഇസ്രായേൽ ആർമി ആയിരുന്നു. ജൂതപ്പട അവിടെ പറന്നെത്തി. IDF എത്തുന്നു, പ്രതിരോധ സേന എല്ലാം പറക്കി പാക്ക് ചെയ്തോ, നിങ്ങളെ ഗാസയിലേക്ക് കൊണ്ടുവിടാം. ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും പറ്റിയിട്ട് ഈ രാജ്യത്തിനെതിരെ കുരയ്ക്കാനാണ് ഭാവമെങ്കിൽ പോകാം ഗാസയിലേക്ക്. ഇവിടെ ഇനി നിങ്ങൾക്ക് നിലനിൽപ്പില്ല. എല്ലാവരെയും പറക്കി കെട്ടി ഗാസ മുനമ്പിലേക്ക് കൊണ്ടാക്കിയ ഒരു രീതിയാണ് നമ്മൾ അവിടെ കണ്ടത്. അതെ, അമേരിക്കയിൽ ഇരുന്നിട്ട് അമേരിക്കയ്ക്കെതിരെ പലതും ചെയ്യാമെന്ന് വിചാരിച്ചു. ക്യാമ്പസുകളിൽ ഹമാസ് അനുകൂലമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കൊടിവീശുക, എന്നിട്ട് ജൂത വിദ്യാർത്ഥികളെ അനാവശ്യമായിട്ട് ആക്രമിക്കുക, അവരെ കൊണ്ട് ഹമാസിന് കീജയ് വിളിപ്പിക്കുക, ജൂത കുട്ടികളെ കൊണ്ട് അല്ലാഹു അക്ബർ വിളിപ്പിക്കുക. ഇതൊക്കെ ഒരു പരിധിവരെ ജോ ബൈഡൻ കണ്ടില്ല എന്ന് നടിച്ചു. പക്ഷെ ഇതൊക്കെ നിശബ്ദമായി ക്യാമറ കണ്ണുകളിലൂടെ വീക്ഷിച്ച് ഒരാൾ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പേരാണ് ഡൊണാൾഡ് ട്രംപ്. പ്രതികാരത്തിന് കഴമ്പുണ്ടാകുമ്പോൾ വിട്ടുവീഴ്ചയല്ല ചെയ്യേണ്ടത്, പ്രതികാര നടപടി തന്നെയാണ് എന്ന ട്രംപിന്റെ ആ നിലപാടുണ്ടല്ലോ, അത് അദ്ദേഹം നടപ്പിൽ വരുത്തുകയായിരുന്നു. ഇവരോ അമേരിക്കയിലേക്ക് വലിഞ്ഞു കയറി വന്നവരാണ്. എന്നിട്ട് ആ തീവ്രവാദികളാകുന്ന മുറിയന്മാർ മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കുക, ഹമാസ് അനുകൂല മുദ്രാവാക്യം, എല്ലാത്തിനെയും പാക്ക് ചെയ്ത് വിട്ടു. ജൂത വിരുദ്ധത അമേരിക്കൻ കലാലയങ്ങളിൽ കാക്കാമാർ അഴിച്ചുവിട്ടപ്പോൾ അവരെ പ്രതിരോധിക്കാൻ ട്രംപ് രംഗത്ത് വന്നു. അത്ര We halted all illegal entry. We have successfully ended catch and release, and we're deporting 100% of all new trespassers apprehended at the border. And nobody's coming in, and nobody's coming now because they know they're not going to be able to come in. So we really stopped something that was very, very serious. But we have to get the bad ones out. We have many murderers, many very bad people in our country that they've allowed because of a ridiculous, actually stupid, open border policy. I've also deployed troops to the border, and for the first time in history, we're locating and loading illegal aliens into military aircraft and flying them back to the places from which they came. അമേരിക്കയിലേക്ക് നടന്ന എല്ലാ ചട്ടവിരുദ്ധ തള്ളിക്കയറ്റങ്ങളുടെയും തട്ടകമായി പ്രവർത്തിച്ച മെക്സിക്കോയിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി അമേരിക്കൻ സൈനിക വിമാനങ്ങൾ അവിടെ നിന്ന് വലിഞ്ഞു കയറി വന്നവരുമായി ചെന്നപ്പോൾ അവരുടെ സപ്തനാളികളും തകർന്നു പോയ രീതിയിലാണ് അവിടെ നിന്നും പ്രതികരണങ്ങൾ ഉണ്ടായത്. പ്രതിഷേധിക്കാനൊക്കെ അവർ നോക്കിയെങ്കിലും ട്രംപ് അതൊന്നും ഗൗനിച്ചതേയില്ല. പുറകെ ബ്രസീലിലേക്കും കൊളംബിയയിലേക്കും തദ്ദേശീയരുമായി വിമാനങ്ങൾ പറന്നെത്തുകയുണ്ടായി. ബ്രസീലിന് അല്പം ക്ഷോഭമുണ്ടായെങ്കിലും അത് പെട്ടെന്ന് തന്നെ അടങ്ങുന്ന കാഴ്ചകളും കണ്ടു. കൊളംബിയ ശരിക്കും പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇവരെ ആരും കേറ്റില്ല, ഒരു ലോക രാജ്യങ്ങളും ഇവരെ അംഗീകരിക്കുകയുമില്ല. ഇപ്പൊ ഖത്തർ, കുവൈറ്റ്, എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, എന്തേ ഇവരെ അംഗീകരിക്കാൻ തയ്യാറാകാത്തത്? ഇവർക്ക് പണം കൊടുക്കാം, ഇങ്ങോട്ട് കേറണ്ട കേട്ടോ. ഇന്ത്യ പറയണത് പോലെ നിങ്ങളെ വിശ്വസിക്കില്ല, സഹായിക്കാം. ട്രംപിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയതോടെ ഗുസ്താവോ നല്ല പിള്ളയായി മാറുകയും ചെയ്തു. ആ ശ്രേണിയിൽ ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെയും ഉടനെ പറഞ്ഞുവിടുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അത് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ത്യ അതിൽ വ്യത്യസ്തമായ നിലപാടുകൾ കൈക്കൊള്ളുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ട്രംപ് കാണിക്കുന്നതെല്ലാം കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറഞ്ഞുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചതോടെ ട്രംപ് ഇപ്പോൾ കടുത്ത പ്രയോഗത്തിന് കളമൊരുക്കിയിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കാരണം ട്രംപിനെതിരെ ലോകവ്യാപകമായി ഇസ്ലാമിസ്റ്റ് കൺട്രികളിൽ വ്യാപകമായിട്ടൊരു ക്യാമ്പയിൻ, ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ കടിഞ്ഞാണിരിക്കുന്നത് ട്രംപിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇന്ന് ഒപ്പുവെച്ചത് സകലമാന കുടിയേറ്റക്കാരെയും ഇത്ര മണിക്കൂറുകൾ, ഇത്ര ദിവസങ്ങൾ, ഇത്ര മിനിറ്റുകൾ ട്രംപ് ആ കരാറിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനോടകം അവരെയൊക്കെ പാക്ക് ചെയ്ത് അവരുടെ നാടുകളിലേക്ക് അയക്കണം. ഇനി ഒരു അപ്പീലില്ല. ഇതുകൊണ്ടാണ് അമേരിക്ക മുഴുവനും ഒന്നടങ്കം ട്രംപിന് കൈയടിക്കുന്നത്. ലോക രാജ്യങ്ങൾ മുഴുവനും ട്രംപാണ് ശരി എന്ന് ഉറക്കെ പറയുന്നത്. എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും ചെയ്ത വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുമാണ് ആദ്യമായിട്ട് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ടാണ് വിശ്വസിക്കുന്ന ജനതയുടെ ഉള്ളിലുള്ള വിശ്വാസം വളർത്തിയെടുക്കാൻ ട്രംപിന് സാധിച്ചു. നന്ദി.